നമസ്കാരം, എല്ലാവർക്കും അതിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല സ്വാദുള്ള ഒരു 4 മണി പലഹാരം. അപ്പോൾ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് വേഗം പോയിട്ട് കണ്ടുവന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ള അവിലില്ലേ, ആ സംഭവമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് എത്രയാണോ നമ്മൾ ഈ സ്നാക്ക് എന്താ പറയുക പലഹാരം എത്രയാണോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അവിലെടുക്കാം. ഞാനിതാ ഇവിടെ കുറച്ച് ആണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൂട്ടൻ ഇത് കഴിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്താൻ വെക്കണം. അപ്പോൾ അതിന് നിറയെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു, കാരണം പെട്ടെന്ന് അത് വെള്ളം കുടിക്കും, അത് ഫുള്ള് കുടിക്കും. അപ്പം ഞാൻ ഫുൾ വെള്ളം ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട കുറച്ച് സംഭവങ്ങൾ നമുക്ക് അരിയാനുണ്ട്, അത് അരിയാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില, ഇത്ര സംഭവങ്ങൾ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഞ്ചിയുടെ പണിയും കൂടി തീർക്കാം. അപ്പോൾ അതാ നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള ആ ഒരു അവിലുണ്ടല്ലോ, ആ അവിൽ ഇതേ കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പിടിച്ചു കഴിഞ്ഞതേ ഇങ്ങനെ ആവണം. അപ്പോൾ അത്ര നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്, ഉഴുന്ന്, പിന്നെ ജീരകം, പിന്നെ കടലപ്പരിപ്പ്, പിന്നെ നമ്മളുടെ ചുവന്നമുളക്. അത് നന്നായിട്ട് അന്നിങ്ങനെ എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മളതിലേക്ക് കറിവേപ്പിൻ്റെലയും കൂടിയും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിരകി വെച്ച ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കുതിർത്തി വെച്ച നമ്മളുടെ അവിലുണ്ടല്ലോ, ആ അവിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ള അവിൽ എടുക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. നമ്മുടെ ചുവപ്പ് അവിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് എന്താ പറയുക, അല്ലെങ്കിൽ കുറച്ച് അധികം നേരം കുതിർത്തേണ്ടി വരും. ഇതാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ള അവിൽ തന്നെ എടുത്തോളാൻ പറഞ്ഞത്. മറ്റേ അവിൽ കുറച്ച് ബലം ഉണ്ടാവും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല സ്വാദാണ്. സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടോ. എൻ്റെ കുട്ടി കഴിക്കില്ല, അതുകൊണ്ട് അപ്പൂട്ടന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം കൂടിയും ചേർക്കാനുണ്ട്, അതോടുകൂടി നമ്മളുടെ പണി കഴിയും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ഒന്നും അങ്ങോട്ട് കുഴഞ്ഞിട്ടുണ്ട് ആ ചൂടത്ത് കിടന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ് കേട്ടോ. നാളികേരം നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. 2 പിടിയോ 1 പിടിയോ 3 പിടിയോ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2-2.5 പിടിയോളം നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര നാളികേരം ചേർക്കണോ അത്രയും ടേസ്റ്റ് കൂടുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ പണി, ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നാളികേരവും അവിലും ഒക്കെ നന്നായിട്ടൊന്ന്
ചേരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് തീയിലിട്ടിട്ട് തന്നെ ചെറുതീയിലിട്ടിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു രൂപമാവും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഉപ്പുമാവായിട്ട് ഇങ്ങനെയും കഴിക്കാം. ഒരു ഉപ്പുമാവ് ലുക്കൊക്കെ വന്നിട്ടില്ലേ? അപ്പോൾ ഇതിനേക്കാളും സ്വാദ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവത്തിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ചൂടാറാൻ, തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറി ഒരു നന്നായിട്ട് ചൂടാറണ്ട, ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇതാ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുളേക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കാട്ടോ. വല്ല അച്ചോ അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ നല്ല ഷേപ്പിൽ വരും. അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ പറ്റണ പോലെ ഉരുളയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഇഡ്ഡലി ആവി കയറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇതും ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി 2-3 മിനിറ്റ് ആവി കയറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ പലഹാരം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, 4 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി സ്വാദുള്ള സൂപ്പർ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റാ, ബൈ.